മറ്റു വാർത്തകളിലേക്ക്. എം ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടെന്ന് താൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കെ ബാബു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് 2 ദിവസം മുൻപ് ലിജുവിന്റെ കാര്യം പാർട്ടി നേതൃത്വം ചോദിച്ചപ്പോൾ യോജിപ്പില്ല എന്ന് പറഞ്ഞു. എം ലിജുവിനോട് നേരത്തെ തൃപ്പൂണിത്തുറയിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് അമ്പലപ്പുഴയാണ് താല്പര്യമെന്ന് ലിജു പറഞ്ഞിരുന്നതായും കെ ബാബു പറഞ്ഞു. ലിജുവിനെ ഒന്ന് എൻ്റെ കാര്യം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഘട്ടത്തിൽ എനിക്ക് പറ്റില്ല. അത് ലിജു മോശക്കാരനായതുകൊണ്ടല്ല, ലിജു നല്ല സ്ഥാനാർത്ഥിയാണ്, ലിജു അവിടെ ജയിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ധാരണ. പക്ഷേ എനിക്ക് ലിജുവിൻ്റെ പേര് പിന്താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിൽ ആണ് എന്നോടിത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദീപകിൻ്റെ പേരാണ് പറയുന്നത്. ഞാൻ എം ലിജുവിനോട് വളരെ മുമ്പ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അങ്ങോട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ലിജു എന്നോട് പറഞ്ഞത് ലിജുവിന് അവിടെ തന്നെ അമ്പലപ്പുഴ തന്നെയാണ് മത്സരിക്കാൻ താല്പര്യം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല. മുഹമ്മദ് റഫീഖ് വിശദാംശങ്ങൾ നൽകും. റഫീഖ്, ബാബുവിന്റെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിലിനെ എങ്ങനെ കാണണം? എന്തുകൊണ്ടാണ് അവസാന സ്റ്റേജിൽ ലിജുവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയത്? ദീപകിന് വാക്കുകൊടുത്തത് കൊണ്ടായിരിക്കും? എന്താണ് സംഭവിച്ചത്? തൃപ്പൂണിത്തുറയിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്ന ഉത്തരവാദിത്തം തന്റേതാണെന്ന് എന്ന് പറഞ്ഞതാണ് കെ ബാബു ഇക്കാര്യം വ്യക്തമാക്കിയത്. ലിജുവിനോട് വളരെ നേരത്തെ തന്നെ തൃപ്പൂണിത്തുറയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ, അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് താൻ അന്വേഷിച്ചിരുന്നു. എന്നാൽ അമ്പലപ്പുഴയിൽ തന്നെ മത്സരിക്കാനും അവിടെ തന്നെ തുടരാനാണ് ആഗ്രഹം എന്നാണ് ലിജു വ്യക്തമാക്കിയത്. അമ്പലപ്പുഴയിൽ G സുധാകരൻ CPM വിട്ട് UDF-ന്റെ മത്സരിച്ചപ്പോഴാണ് ലിജുവിന് മറ്റൊരു സീറ്റ് കണ്ടെത്തേണ്ടി വന്നത്. ഇത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് മാത്രമായിരുന്നു. ഈ സാഹചര്യത്തിൽ ലിജുവിനെ വീണ്ടും തൃപ്പൂണിത്തുറയിലേക്ക് പരിഗണിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് ലിജുവിനെ തൃപ്പൂണിത്തുറ കൊണ്ടുവന്നാൽ വിജയ സാധ്യത കുറവാണ്, ദീപക് ജോയിക്കാണ് കൂടുതൽ വിജയ സാധ്യത എന്നുള്ളത് കൊണ്ടാണ് താൻ ദീപക് ജോയിയുടെ പേര് പറഞ്ഞതെന്നും കെ ബാബു വ്യക്തമാക്കി. അതേസമയം തന്നെ ലിജു മത്സരിച്ച കായംകുളത്തിൽ ലിജു വിജയിക്കുമെന്നും ലിജു നല്ല വ്യക്തിയാണെന്നും നല്ല കാൻഡിഡേറ്റ് ആണെന്നും കൂടി ഒരിക്കൽ കൂടി കെ ബാബു ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതേസമയം തനിക്ക് കെ ബാബുവിന് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ദീപക് ജോയി എന്നുള്ള പ്രചാരണം വളരെ ശക്തമായിരുന്നു. ഇതുകൂടി ഈ സാഹചര്യത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. ശരി റഫീഖ്.